ഞാൻ ആദ്യം പറയണ മനസ്സിലാക്കി. എന്ത് മനസ്സിലാക്കാനാ? നിങ്ങൾ പറഞ്ഞു കേക്കി. അന്ന് ഞാൻ ഇങ്ങനെയല്ല കണ്ടുകണേ, മനസ്സിലാക്കി? എന്റെ ഈ കുറഞ്ഞ കാലം കൊണ്ട് അന്ന് പീഡനം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിലേ അത് എന്റെ ഒരു ഇതൊന്നും പറയണ്ട. ഇതിപ്പോ ചെയ്ത പണി ഉണ്ടല്ലോ അതന്നെ ധാരാളാണ്. ഞാൻ പറയട്ടെ, ഈ ചോദിച്ചാൽ അങ്ങനെ പറയണ്ട. കൂടുതൽ എന്താ ബഷീർ, എന്താ പ്രശ്നം? കാശേ, ഇവനെ വിശ്വസിച്ചിട്ടല്ലേ ഞാൻ കടൽപ്പിച്ചിട്ട് പോണത്. ഇവനൊരു മോനപ്പോലല്ലേ ഞാൻ കരുതിയിരുന്നത്. എന്നിട്ട് എന്താ ഉണ്ടായത് ബഷീറെ? ഞാനിവിടെ വന്നപ്പോ കണ്ട കാഴ്ചയെ ഓൻ ബലപ്പിന് പൈസ എടുത്ത് മാറ്റി വെച്ചിക്കണ്. എന്ന് തുടങ്ങിയതാവും ഈ പരിപാടിയെ കുറെ കാലമായിട്ടുണ്ടാവും. ഞാനിന്ന് നേരത്തെ വന്നതുകൊണ്ട് എനിക്ക് ഇന്നെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റി. ഇവര് എന്ന് കഴിഞ്ഞിട്ടാവും കള്ള. എന്താണ് ബഷീറെ? എന്താ ബഷീറെ ഈ പ്രായത്തിൽ കൊലത്തില് ഇത് കുറച്ച് വലിപ്പം വെച്ച് എന്തേക്കും അവസ്ഥ? എന്നാൽ ഇത് കുറച്ച് കൂടിപ്പോയി ബഷീറെ. എന്ത് ഈ ചെറിയ പ്രായത്തിലൊരു പയ്യനെ നീ ഇത് എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെയൊക്കെ പറയണത്? നാട്ടുകാർ കേക്കട്ടോ? അനക്കറിയോ, 2-3 മാസമായി ഞാൻ വാടക കൊടുത്തിട്ട്. വട്ടി പലിശക്കാരന് പൈസ കൊടുത്തിട്ട് 3 മാസമായി. അയാൾ വരുമ്പോ മാറി കളിച്ച് നിൽക്കുക. ഞാന് ഇവിടെ വണ്ടിയിൽ സാധനം കൊണ്ട് സെയിൽസ്മാന് പൈസ കൊടുക്കാണ്ട്. അങ്ങനെ എടുത്ത വിധത്തെ കടം കൊണ്ടേ ഞാനിവിടെ കിടന്ന് നട്ടന്നില്ല. അതിന്റെ അറിയാം ഇപ്പൊ ഓരോരോ പണി ഒപ്പിക്കുന്നത്. അനക്കൊന്നും എന്റെ അവസ്ഥ മനസ്സിലായിട്ടാണ്. അണ്ണേ വണക്കണ്ണ. അണ്ണേ എന്റെ വാട്ടി പൈസ എടുക്കേ. എന്നാ ഇത് നിങ്ങൾ ആഴ്ചയിൽ 4 വാട്ടി വരുതാ? കൊടുക്കണ്ണ പൈസ, ഒരുപാട് ആളുകൾക്ക് പൈസ കൊടുക്കാണ്ട്. പൈസ ഉള്ളിൽ ഇരിക്കണ്ണ, പോയി ഇടുങ്ക. ഓക്കെ അണ്ണ. ഓക്കെ അണ്ണ, எழுதிட்டு ഓക്കെ ഓക്കെ. ஐயா மறந்து போச்சு செல்ல சுத்தமாயிருக்கில்ல. என்னண்ணா என்னாச்சு? ஒண்ணுமே இல்ல அண்ணா, அந்த பையன் தானே அந்த கடையில் இருக்கிற குழந்தை காசெல்லாம் கிளியர் பண்ணியாச்சு. ஆனா மறந்துட்டே போறேன். ஏது பையனா? அந்த மல்லிகை கடை இருக்கிற பையன் தானே, கேஷில் இருக்கிற ஃபசல்னா அந்த பையன். ஃபைசலா? ஆமா. ஏய் நில்லண்ணா, நில்லு. என்ன ஃபைசலா? ஆமா 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 அந்த பையன். இங்க வாங்க. ശരി, ഈ അറിഞ്ഞാലോ അണ്ണന്റെ പൈസയൊക്കെ നമ്മള് പൈസ കൊടുത്തു തീർത്തിരിക്കുന്നു. ആടാ ഇത് കണ്ടേച്ചി, ഞാൻ അണ്ണനെ കണ്ടപ്പോഴേ കാർഡ് എടുക്കാൻ വേണ്ടി ബുക്ക് ഒന്ന് നോക്കിയതാണ്. അണ്ണന്റെ പൈസ മുഴുവനേ കഴിഞ്ഞ ആഴ്ച ഓൻ അടച്ചു തീർത്തിക്കണ്. എടാ 3 മാസം വാടക കൊടുത്ത കടലാസ് കൊടുത്തില്ലേ, അടുത്ത മാസങ്ങളിലെ പൈസ ഇതിൽ മാറ്റി വെച്ചിരിക്കുന്നു. ഇത് കണ്ടേച്ചി, അടുത്ത ആഴ്ച വണ്ടിക്കാരനുള്ള പൈസ വരെ ഓൻ മാറ്റി വെച്ചിരിക്കുന്നു എന്റെ പൈസല്. ഓനിന്റെ ഓരോ കടങ്ങളും വീട്ടിൽ കൊണ്ടിരിക്കുന്നടാ. അതൊന്നും ഇന്ന് അറിയിക്കാതെ പൂർണ്ണ ഉത്തരവാദിത്വത്തോടെ ഞാനാണെങ്കിൽ ഓനോട് വായിത്തൊന്നതൊക്കെ വിളിച്ച് പറയും ചെയ്ത് എനിക്ക് അവനോട് മാപ്പ് പറയണടാ. ശരേ, അവൻ ഇന്നലെ രാത്രി എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അവന്റെ സുഹൃത്തുക്കൾ ബാംഗ്ലൂരിൽ അവനെന്തോ ജോലി ശരിയാക്കിയിരുന്നു. അവൻ അങ്ങോട്ട് പോയി. അവൻ ഇന്നലെ പോണതിന് മുമ്പേ നിന്നോടൊരു കാര്യം പറഞ്ഞു. അവൻ കള്ളനല്ലാന്നും പിന്നെ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിന്നോട് അവന് യാതൊരു ദേഷ്യമില്ലെന്ന്. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്ത കാര്യമൊന്നും എൻ്റെ സ്വപ്നത്തിൽ പോലും ഇല്ല. അവനെപ്പോലെ ഒരു പയ്യനെ നീ ഇവിടുന്ന് ഇങ്ങനെ അവഹേളിച്ച് വിട്ടത് വളരെ കഷ്ടമായിപ്പോയി. കയ്യിലിരുന്നൊരു മാണിക്യത്തെയാണ് അതിന്റെ വില അറിയാതെ നീ ഇവിടുന്ന് അവഹേളിച്ച് വിട്ടത്. ഏതായാലും നിനക്ക് ആശ്വസിക്കാം, നിന്നൊരു സേഫ് സോണിലാക്കിയിട്ടാണ് അവൻ പോയിട്ടുള്ളത്. എന്തായാലും അവൻ രക്ഷപ്പെടും. നല്ലൊരു മനസ്സിന്റെ ഉടമയാണ്.